Welcome my dear students to next class. Today we shall discuss about the topic steps in preparing fund flow statement. Steps in preparing FFS. The steps in preparing fund flow statement, otherwise known as techniques for preparing fund flow statement. There are 4 steps involved in the preparation of fund flow statement. There are 4 steps involved in the preparation of fund flow statement. They are, first one, prepare schedule of changes in working capital. Prepare schedule of changes in working capital. Prepare necessary ledger account to identify hidden transactions from non-current assets and non-current liabilities. Third one, compute fund from operation, FFO. Last one is prepare FFS, that is fund flow statement. അപ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. അതാണ് പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Next topic adana. The next one, prepare necessary ledger accounts to identify hidden transaction. ഇപ്പോൾ ചില ട്രാൻസാക്ഷൻസ് ഇപ്പൊ നമ്മൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ എടുക്കുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലാണ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിനകത്ത് ഫിക്സഡ് അസറ്റ്സും ഫിക്സഡ് ലയബിലിറ്റീസും വരില്ല. പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓൺലി ദ കറണ്ട് ഐറ്റം, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. It will not affect the fixed assets and fixed liabilities doesn't affect the changes in working capital. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതുകൊണ്ട് കറണ്ട് ഐറ്റംസ് മാത്രമാണ് ഷെഡ്യൂളിൽ വരുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും in order to identify the hidden transactions from non-current asset and non-current liabilities. Non-current asset, that means fixed assets. ഇവിടെ നമ്മൾ non-current asset എന്ന് പറയുന്നത് fixed asset ആണ്. Non-current liability എന്ന് പറയുന്നത് fixed liability ആണ്. അതിൽ എന്തെങ്കിലും ഐറ്റംസ് മിസ്സിങ്ങോ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുണ്ട്, നമുക്ക് ഡാറ്റ ഇനാക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, ഡാറ്റ ഇൻകംപ്ലീറ്റ് ആണ്, മുഴുവനായിട്ട് നമുക്ക് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിലാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഹിഡൻ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കാം. The next one, compute the fund from operation. The last one, prepare fund flow statement. The next one is schedule of changes in working capital. What is mean by schedule of changes in working capital? It's a statement showing changes in working capital. Working capital le changes കാണിക്കുക. Working capital എന്ന് പറഞ്ഞാൽ എന്താണ്? Current assets minus current liability. അപ്പോൾ current assetsലും current liabilitiesലും വരുന്ന changes ആണ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണിക്കുക. The schedule of changes in working capital shows changes in individual current assets and current liabilities between two balance sheet date and their effect on working capital. രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിനുള്ളിൽ എത്രമാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും വേരി ചെയ്യുന്നു. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കുക. അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയിലും മാറ്റങ്ങൾ വരുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്നു. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുക. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. The schedule of changes in working capital shows the changes in individual current assets and individual current liabilities between the two balance sheet date and its effect on working capital. There are 4 rules for preparing schedule of changes in working capital. There are 4 rules for preparing schedule of changes in working capital. They are: increase in current assets leads to increase in working capital. Increase in current assets leads to increase in working capital. Current assets കൂടുന്തോറും working capital കൂടും. കാരണം എന്താ? Current assets minus current liabilities ആണ് working capital. That is current assets excess of current liabilities. Excess of current assets over current liabilities. അപ്പോൾ current assets കൂടുന്തോറും working capital കൂടും. Decrease in current assets leads to decrease in working capital. Current assets കുറയുന്തോറും working capital കുറയും.
ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് തേർഡ് റൂൾ. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതേസമയം കറണ്ട് ലയബിലിറ്റി കൂടുന്തോറും വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കാരണം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ കറണ്ട് ലയബിലിറ്റി കൂടുന്തോറും വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. Decrease in current liability leads to increase in working capital. Decrease in current liability leads to increase in working capital. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ കൂടും.